ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രസവം കഴിഞ്ഞിരുന്നാ? ഞങ്ങളവിടെ ഞങ്ങളുടെ നാട്ടിലെ ചേച്ചിയുടെ പ്രസവത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടേ ഇതേ കാറും പിടിച്ചിട്ടാ വന്നിരിക്കണേ. ഇവിടെ വെച്ച് ആരും അങ്ങനെ സംശയം തോന്നുന്ന രീതിക്കൊന്നും വന്നില്ല. ശരി, നമുക്ക് എന്തായാലും പോവാം. നമ്മൾ ആരെയാണോ തിരക്കുന്നത് അവരെന്തായാലും നമ്മുടെ മുന്നിലേക്ക് തന്നെ വരും, ഉറപ്പാ. ശാലിനെ വിളിക്കും. അമ്മേ പറ. ശാലിനി, ശ്യാമയുടെ ഫോൺ വന്നിരുന്നു. പക്ഷെ അവള് വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴൊക്കെ അവള് ഫോൺ കട്ടാക്കുക. മോളെ എന്തോ കുഴപ്പമുണ്ടടി. അമ്മേ, ഞാനിപ്പോ ഒരു യാത്രയില്ല. അത് ഒരു കുഴപ്പം പിടിച്ച യാത്രയാ. എന്തായാലും ഞാൻ ശ്യാമയെ വിളിക്കാം, പോരെ? ശരി. എന്റെ ദേവി, കുഴപ്പങ്ങളൊന്നും വരുത്തല്ലേ. അമ്മയെ വിളിച്ച് ശ്യാമയുടെ കാര്യത്തിലും എന്തെങ്കിലും തീരുമാനം എടുക്കണം. എന്തൊക്കെയോ കുഴപ്പങ്ങൾ അവിടെയുണ്ട്. അച്ഛനെ, അച്ഛനെ വണ്ടി നിർത്തിക്കേ. എന്താടാ? അച്ഛനെ വണ്ടി നിർത്ത്. എന്തുവാടാ? അച്ഛനെ, ദാ പെണ്ണിനെ കണ്ടോ? അച്ഛനാ പെണ്ണിനെ ശ്രദ്ധിച്ചോന്ന്. പെണ്ണിനെ ശ്രദ്ധിക്കാനോ? എന്തിന്? അച്ഛനെ, ട്വിസ്റ്റ് ഇവിടെ നിന്നാണോ തുടങ്ങിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്ത് ടിസ്റ്റ്? അച്ഛനെ, അച്ഛനെ ആ പെണ്ണ് ഗർഭിണിയല്ല. എന്തൊക്കെയാടാ പൊട്ടാ വിളിച്ചു പറയുന്നേ? അച്ഛനെ, അന്ന് നമ്മൾ ലോഡും കൊണ്ട് വന്ന സമയത്ത് പാലത്തിന്റെ മുകളിൽ വെച്ച് നമ്മുടെ ലോറിക്ക് മുന്നിൽ ചാടിയ സ്ത്രീയും മോളും ആ നിൽക്കുന്നേ. അച്ഛനെ, അന്ന് ആ സ്ത്രീ ഗർഭിണിയാണ്. ഒരു 7 മാസം തോന്നിക്കും. പക്ഷെ ഇന്നവർക്ക് വയറേ ഇല്ല. അതേ നോക്കിയേ. എടാ, ആ സ്ത്രീ ചിലപ്പോ പ്രസവിച്ചെങ്കിലോ? എന്നാലും ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? എടാ, ഇത് അവര് തന്നെയാണോ? എനിക്ക് വലിയ ഓർമ്മ കിട്ടുന്നില്ല. വണ്ടിക്ക് മുന്നിൽ ചാടിയ നമ്മളെ കാശും കൊടുത്ത് കുടിക്കാൻ വെള്ളവും കൊടുത്തില്ലേ? വിഷ്ണുട്ടാ, അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ശരിയാ, ഇവള് പ്രസവിച്ചത് തന്നെയാ. സുഖപ്രസവമാണോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ശാലിനി, വാ. പ്രസവം കഴിഞ്ഞിരുന്നാ? ഞങ്ങളവിടെ ഞങ്ങളുടെ നാട്ടിലെ ചേച്ചിയുടെ പ്രസവത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടേ ഇതേ കാറും പിടിച്ചിട്ടാ വന്നിരിക്കണേ. അല്ല, ഏത് ഹോസ്പിറ്റലാ പ്രസവിച്ചേ? ഞങ്ങളെ മനസ്സിലായില്ലെന്ന് മാത്രം പറയല്ലേ. അതിന് ഞെട്ടലും മുഖത്ത് നന്നായിട്ട് അറിയുന്നുണ്ട്. ഞാൻ ശാലിനി വിഷ്ണു, ജില്ലാ കളക്ടറാണ്. ദേ, വെളച്ചിലെടുത്ത തൂക്കിയെടുത്ത് അകത്തിടും. മോളെ ഓടിക്കോ.
മോളെ എന്തീ ഓടുന്നില്ലേ? ഓടിക്കോ. കൊച്ചിനെ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിച്ചേക്കാം. ഉം? എന്താ നിന്റെ പേര്? ഉഷ. അന്ന് എന്തിനാ ഉഷ ഇവരുടെ ലോറിക്ക് മുന്നിൽ ചാടിയത്? ആര് പറഞ്ഞിട്ടാ നീ ഇവരുടെ മുമ്പിൽ ഗർഭിണിയായിട്ട് അഭിനയിച്ചത്? പറയേ. ദേ, പറഞ്ഞില്ലെങ്കിൽ ഇനി നിന്നെ ചോദ്യം ചെയ്യുന്നത് പോലീസായിരിക്കും. ഞാനെല്ലാം പറയാം. ആശാനെ, ഇപ്പൊ നമ്മുടെ വണ്ടിയിലിരിക്കുന്ന ഫ്രൂട്ട്സ് അല്ലേ? ആ ഇതിനി സാധാരണക്കാരനിലേക്ക് 1-2 കൈ മാറി മറിഞ്ഞ ശേഷമല്ലേ കിട്ടൂ? അല്ല ആശാനെ, അപ്പൊ ഇത് കേടുവരില്ലേ? എടാ, നമ്മുടെ നാട്ടിൽ വരുന്ന ഈ പച്ചക്കറികൾക്കും ഫ്രൂട്ട്സിനും ഒക്കെ ഒരു അമരത്ത് എന്നുള്ളൊരു വരം കിട്ടിയിട്ടുണ്ട്. ഓ, അതായത് എത്ര നാൾ കഴിഞ്ഞാലും ചീത്തയായി പോവാതിരിക്കാനുള്ള ഒരു കഴിവ്. ഒരു ഈച്ചയോ ഒരു പുഴുവോ പോലും ഇതിൽ വന്നിരിക്കില്ല. അത് ശരി, അങ്ങനെ ഒരു വരമുണ്ടോ? പിന്നല്ലാതെ, ആ ഒരു വരം കിട്ടാത്ത ഒരേ ഒരു കൂട്ടരെ നമ്മൾ മനുഷ്യരാ. ആ, ഈ ഈച്ചയും പുഴുവൊക്കെ കാണിക്കുന്ന മുൻകരുതൽ പോലും നമ്മൾ കാണിക്കുന്നില്ലല്ലോ. അത് വിവരമില്ലാത്തോണ്ടല്ല, നമ്മളെല്ലാരും ഗതിയോടോണ്ടാ. ആശാൻ ഇപ്പൊ വലിയ സംഭവം മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. വലിയ വലിയ കാര്യങ്ങളാ ആശാൻ സംസാരിക്കുന്നതേ. എടാ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് ഉണ്ടാ സൗരഭ്യം എന്ന് കേട്ടിട്ടില്ലേ? എടാ, ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു കളക്ടറുടെ ഭർത്താവിലടാ. അതിന്റെ ഒരു വിവരം വാക്കിലും പ്രവൃത്തിയിലൊക്കെ കാണിക്കണ്ടേ? ആ, അപ്പോഴേ അയ്യോ ആശാനെ, അയ്യോ ആശാനെ ചതിച്ചോ? എടാ, എടാ, വല്ലതും പറ്റുമോ? വേണമെങ്കിൽ നമുക്ക് അടുത്ത വല്ല ക്ലിനിക്കിലേക്കും പോവാം. അയ്യോ വേണ്ട സാറേ, എന്റെ കുഴപ്പം കൊണ്ടല്ലേ ഞാനല്ലേ നോക്കി പോവേണ്ടിയിരുന്നത്. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോ ഇങ്ങനെ വീഴാനൊന്നും പാടില്ല. വാ, എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തന്നാ മതി. കമല, വെള്ളം എടുക്ക്.